അതിൽ തെളിവ് പരിശോധിച്ച കൂട്ടത്തിൽ പ്രോസിക്യൂഷന് അല്പം ഒരു റിസർവേഷൻ ഉള്ളൊരു കാര്യം, 14-ാം പ്രതി പി മോഹനെതിരായിട്ടുള്ള തെളിവിൽ കീഴ്ക്കോടതി തെളിവ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടയച്ചിട്ടുള്ളത്. എന്നാൽ ആ തെളിവ് സ്വീകാര്യമാക്കുന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം നടത്തിയിരുന്നു, നേരിട്ടുള്ള തെളിവില്ലെങ്കിൽ പോലും. അതും കൂടി കോടതി പരിഗണിക്കേണ്ടതായിരുന്നു ശക്തമായി എന്നുള്ള അഭിപ്രായമുണ്ട്. അത് ജഡ്ജ്മെൻ്റ് കൂടി നോക്കിയതിന് ശേഷം ഇനിയും ശിക്ഷ നൽകിയിട്ടില്ലാത്ത, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പ്രതികൾക്കെതിരായിട്ട് തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇതിലൂടെ അവസാനിക്കില്ല എന്നുള്ളതാണ് ശരി. ഒറ്റ കാര്യം കൂടി, 1 മുതൽ 7 വരെ പ്രതികൾ വാടകയ്ക്കെടുത്ത കൊലയാളികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്കാർക്കും തന്നെ ചന്ദ്രശേഖരനോട് ഒരു വിരോധവുമില്ല വ്യക്തിപരമായിട്ട്. അവരാരും തന്നെ CPM-കാരാണെന്നുള്ളത് അവർ ഡിഫൻസ് കേസിന് വേണ്ടി പോലും അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള കരാറെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നോക്കൂ, ഗൂഢാലോചന കേസിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള മറ്റൊരു കേസുണ്ടായിട്ടുണ്ടാവില്ല. 8-ാം പ്രതി രാമചന്ദ്രൻ ആ ഗൂഢാലോചനയുടെ നേതൃത്വം കൊടുത്ത ആളാണ്. 9-ാം പ്രതി മരിച്ചുപോയി അശോകൻ. 10-ാം പ്രതി വിട്ടയക്കപ്പെട്ട കൃഷ്ണൻ, ആ കൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരിയായ രീതിയിലുള്ള ഒരു 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 നിഗമനമാണത്. അദ്ദേഹമാണ് ചന്ദ്രശേഖര, നിൻ്റെ തലച്ചോറ് റോഡിൽ തെങ്ങിൻ പൂക്കുല പോലെ ചെതറുന്നത് കാണിച്ചു തരാമെന്ന് പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി. ആ തെങ്ങിൻ പൂക്കുല പോലെ തന്നെ നടുറോട്ടിൽ മണ്ണിൽ ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് ചെതറിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം കോടതി കണ്ടിരിക്കണം. അതുകൊണ്ടായിരിക്കണം കൃഷ്ണനെ ശിക്ഷിച്ചത്. ഈ ഗൂഢാലോചനയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകി പോന്നിട്ടുള്ള, ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ജ്യോതിബാബു. ഇതെല്ലാം കേസ് റെക്കോർഡിൽ നിന്നുള്ളതാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. ആ ജ്യോതിബാബുവും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ജ്യോതിബാബുവിനെയും ശിക്ഷിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇത്രയധികം പ്രതികളെ ഗൂഢാലോചനയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കുഞ്ഞനന്ദൻ അദ്ദേഹം മരിച്ചുപോയി, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം മരിച്ചിട്ടുണ്ട്, കുഞ്ഞനന്ദനും. അപ്പോൾ 8-ാം പ്രതി 10, 11, 12, 13 ഇത്രയും പ്രതികളിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല വിധിയാണ്. ഇനി വിധിയുടെ വിശദാംശങ്ങൾ നോക്കി ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ ഗൂഢാലോചനയുടെ കാര്യം പറയുന്ന നേരത്ത് 2009 മുതൽക്ക് ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന പലയിടത്തും നടന്നിരുന്നു എന്നുള്ളത് രേഖാമൂലം ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് 2012 മെയ് 4-ാം തീയതി ആണെങ്കിൽ പോലും അതിനു മുമ്പുള്ള 3-4 വർഷക്കാലം ഇവിടുത്തെ പോലീസ് നൽകിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അത് സ്വയം സംസാരിക്കുന്ന രേഖകളാണ്. ആ രേഖകൾ 6 എണ്ണം വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ രേഖകളൊക്കെ തന്നെ ഈ കോടതി വേണ്ടും വിധം പരിഗണിച്ചു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും ആ തരത്തിൽ വിപുലമായ ഗൂഢാലോചന നടത്തി. ഇനിയും ഞാൻ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു കാര്യം കൂടി പറയാം. അതിൻ്റെ പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ അവസാനത്തെ ഒരു വാചകം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്തൊരു ദൗത്യമായി നിലനിൽക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് അപ്പുറത്ത് ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതാണെന്നും അന്വേഷണം നടത്തിയിട്ട് മുറയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതാണെന്നും പോലീസ് അന്നത്തെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12 വർഷമായിട്ടും അതിൻ്റെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് ഈ പുതിയ കാലാവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. ശക്തമായ പ്രോസിക്യൂഷൻ ആയിരുന്നു. ഞങ്ങളെ 3 വക്കീൽമാർ, അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ, വളരെ ശക്തമായ കഠിനമായ പരിശ്രമമാണ് ഈ 4 മാസവും നടത്തിയത്. അതിൻ്റെ കൂടി വിജയമാണ്. തീർച്ചയായിട്ടും അവർക്ക് കൂടെയുള്ള നന്ദി കൂടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത് ഉണ്ട്. പുതുതായി കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ള പ്രതികളെ അവരുടെ ശിക്ഷയെ പറ്റി കേൾക്കണം. അതിനും ശിക്ഷ പോരാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അപ്പീലിൽ ശിക്ഷ കൂട്ടാതിരിക്കാൻ കാരണമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചു ഈ രണ്ടിനെ പറ്റിയുള്ള വാദം കേൾക്കാൻ വേണ്ടി എല്ലാ പ്രതികളോടും ഹാജരാവാനും അവരെ ഹാജരാവുന്ന പ്രതിയിൽ എല്ലാവരും 2 പേരെ പുറത്തുള്ളൂ, അവർ ഹാജരാവുകയും ബാക്കിയുള്ളവരെ ഹാജരാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവ്. എല്ലാവർക്കും നമസ്കാരം.